ആൻ്റണി വർഗീസ് പെപ്പെ, അതായത് ആൻ്റണി വർഗീസ് എന്ന പെപ്പയുടെ ഓണച്ചിത്രം കൊണ്ടലിനെ പറ്റിയാണ് പറയാനുള്ളത്. കൊണ്ടൽ ഓണച്ചിത്രമായാണ് വന്നത്. ഇടിപ്പടം എന്നാണ് ടാഗ് ലൈൻ തന്നെ ഉണ്ടായിരുന്നത്. ഒരു ഇടിപ്പടം പ്രതീക്ഷിച്ചാണ് ഈ ഒരു ചിത്രത്തിന് പോയിട്ടുള്ളത്. അജിത് മാമ്പള്ളിയാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ആക്ഷൻ സ്റ്റാർ എന്നാണ്. ആക്ഷൻ സ്റ്റാർ ആൻ്റണി വർഗീസ് എന്നാണ് ചിത്രത്തിൽ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിച്ചിരിക്കുന്നത്. അതായത് ആക്ഷൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ആക്ഷൻ പടങ്ങൾ ചെയ്ത് അതിലൂടെ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ആൻ്റണി വർഗീസ് എന്ന പെപ്പെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രമോദ് വെളിയനാട്, അതുപോലെ തന്നെ നമ്മുടെ രാജ് ബി ഷെട്ടി തുടങ്ങിയ ഒരുപാട് താരനിര ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത് ടീസറിലും ഒക്കെ വ്യക്തമാക്കിയതാണ്. കടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഓണത്തിന് ആൻ്റണി വർഗീസ് പെപ്പയുടെ ഒരു ഇടിപ്പടം വരിക എന്നുള്ളത് ആഘോഷമാക്കാനുള്ള ഒരു സംഗതിയായിട്ടായിരിക്കും സാധാരണഗതിയിൽ ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ VFX എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ആർട്ട് വർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സംഗതിയെ വെച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സിനിമ എടുത്താലും അതിൻ്റെ ആക്ഷൻ സീനുകളോ അല്ലെങ്കിൽ VFX, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയും എഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളെ പറ്റി, ഡയറക്ഷനെ പറ്റിയൊക്കെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ VFX വർക്ക് എന്നുള്ളത് നല്ല ഒന്നാം തരം VFX വർക്കായിരുന്നു. കാരണം കടലിൻ്റെ പശ്ചാത്തലമാക്കിയാണ് കൂടുതൽ സീനുകളും വരുന്നുള്ളത്, ബോട്ടും കടലും. അപ്പോൾ VFXന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോസ്റ്റ്യൂം, ഓരോ കടലിൽ പോകുന്നവരുടെ അല്ലെങ്കിൽ കടലോര മേഖല ആസ്പദമാക്കിയുള്ള ഒരു ചിത്രമായതുകൊണ്ട് തന്നെ അവരെ ആ കടലിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരുമായി കോർത്തിണക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതോടൊപ്പം പെർഫോമൻസിലേക്ക് വന്നാൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഗോകുലടക്കമുള്ള എല്ലാവരും അവരുടേതായ രീതിയിൽ മികച്ചു നിന്നിട്ടുണ്ട് എന്ന് പറയാം. ആക്ഷൻ സീനുകൾ ചെറിയ ആക്ഷൻ സീനുകൾ ചെയ്യുമ്പോൾ ചെറിയ കുറവുകൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, കടലിനെ പശ്ചാത്തലമാക്കി കരയിൽ നിന്നും തുടങ്ങുന്ന കഥ പിന്നീട് കടലിലേക്ക് എത്തി വീണ്ടും കരയിലെ ചില സംഗതികൾ കാണിച്ചെന്ന് വീണ്ടും കടലിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഏറ്റവും വീക്കായി കിടക്കുന്നുള്ളത് ഇതിൻ്റെ കഥയും സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമാണെന്ന് പറയേണ്ടി വരും. ഡയറക്ഷനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ BGM സാംസിയസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ അതൊക്കെ നന്നായി ചെയ്തിരിക്കുന്നു. പാട്ടുകളും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ നന്നായിരിക്കുമ്പോഴും സിനിമയിൽ പ്രേക്ഷകനെ ഇരുത്തേണ്ട സംഗതികൾ, ഒരു ആവറേജ് സ്ക്രിപ്റ്റെങ്കിലും ഇതിന് കിട്ടിയിരുന്നെങ്കിൽ ഈ ചിത്രം മറ്റൊരു തലത്തിൽ പോയേനെ. അവിടെ ഇവിടെയായി ചില്ലറ കുറവുകളുണ്ട്. പക്ഷേ തിയേറ്ററിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം വാച്ച് ചെയ്യാനുള്ള സംഗതികൾ ഈ സിനിമയിലുണ്ട്. VFX വർക്കും അതുപോലെ തന്നെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അത് നിറഞ്ഞു നിൽക്കും. പക്ഷേ നിങ്ങൾ ഒരു നല്ല ഒന്നാം തരം RDX പോലെയുള്ള അല്ലെങ്കിൽ അത്തരം പെപ്പയുടെ പടങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ സാധനം ഇതിൽ നിന്നും കിട്ടണമെന്നില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വീക്കായ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയേണ്ടി വരും. കഥാഗതിയിൽ പെപ്പയുടെ കഥാപാത്രത്തിൻ്റെ കുടുംബ പശ്ചാത്തലം അത് ഇങ്ങനെ തുടങ്ങി അതിങ്ങനെ പോവുകയാണ് ഒരു ഭാഗത്തു കൂടി. എന്നിട്ട് അയാൾ ബോട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് മറ്റുള്ള സംഗതികളിലേക്ക് ഈ സിനിമ കടക്കുകയാണ്. അത് എന്തുകൊണ്ട് പോയി എന്നുള്ളത് ആദ്യഘട്ടത്തിൽ കാണിക്കുന്നില്ല എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും കൺവീൻസ് ചെയ്യുന്നതിൽ പിന്നെ കരയുടെ സംഗതി കാണിക്കുന്നേയില്ല ഈ രീതിയിൽ. അതോടൊപ്പം തന്നെ രാജ് ബി ഷെട്ടിയുടെ കഥാപാത്രം, രാജ് ബി ഷെട്ടി കുറച്ച് സമയമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് നല്ല പ്രാധാന്യമുണ്ട് സിനിമയിൽ. പക്ഷെ അത് പൂർണ്ണമായിട്ടും പ്രേക്ഷകർക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഇമ്പാക്റ്റ് പൂർണ്ണമായിട്ടും പ്രേക്ഷകർക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ
മറ്റു കഥാപാത്രങ്ങളായാലും അവരൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡയലോഗോ അല്ലെങ്കിൽ അത്തരം പഞ്ച് ഇമ്പാക്റ്റ് കിട്ടുന്ന സംഗതികൾ വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് എന്താണ് സംവിധാനത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയാനില്ല. പക്ഷേ ഈ ഒരു സംഗതി പെപ്പയുടെ ഒരു ഇടിപ്പടം വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നും എന്താണോ അറിയുക RDXോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പടമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ചിത്രം എന്താണ് അത്രത്തോളം ഉയർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഈ ഒരു ചിത്രം അത് പൂർണ്ണമായിട്ടും പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകുന്ന രീതിയിൽ കൺവീനിയൻസ് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിരുന്നാൽ പോലും ഒരു തവണ എന്താണ് സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം എന്ന് പറയേണ്ടി വരും. പൂർണ്ണമായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അത്തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നുള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ വരുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓണത്തിന് പെപ്പയുടെ ഒരു അടിപൊളി അടാറ് ഇടിപ്പടമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭില്ല. ഇടിയുണ്ട്, ആക്ഷൻ ഉണ്ട്, രംഗങ്ങളുണ്ട്. പക്ഷെ അത് അത്തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, ഇമോഷണലായി കണക്ട് ചെയ്യുന്ന രീതിയിൽ, പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന, പഞ്ചടിപ്പിക്കുന്ന ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ.